യൂറോപ്പിനെ സ്തംഭിപ്പിച്ച സൈബർ ആക്രമണത്തിൻ്റെ ഞെട്ടലിലാണ് ലോകം. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് സൈബർ ആക്രമണമുണ്ടായത്. നിരവധി യൂറോപ്യൻ വിമാനത്താവളങ്ങൾ ആക്രമണത്തിൽ സ്തംഭിച്ചു. വിമാന സർവീസുകൾ മണിക്കൂറുകളോളം മുടങ്ങി. ഇതോടെ യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. അമേരിക്കൻ പ്രതിരോധ സാങ്കേതികവിദ്യ കമ്പനിയായ കോളിൻസ് എയ്റോസ്പേസ് ആണ് യൂറോപ്പിലെ ഭൂരിഭാഗം എയർപോർട്ടുകൾക്കും ചെക്ക് ഇൻ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്ന സോഫ്റ്റ്വെയർ സേവനം നൽകുന്നത്. തങ്ങളുടെ മ്യൂസ് എന്ന സോഫ്റ്റ്വെയറിൽ സൈബർ ആക്രമണം ഉണ്ടായതായി കോളിൻസ് എയ്റോസ്പേസ് സ്ഥിരീകരിച്ചു. ഇലക്ട്രോണിക് ചെക്ക് ഇൻ നടപടികളെയും ബാഗേജ് കൈമാറ്റത്തെയും ഇത് ബാധിച്ചുവെന്നും കമ്പനി അറിയിച്ചു. യാത്രക്കാരുടെ ചെക്ക് ഇൻ അടക്കം ബോർഡിംഗ് നടപടിക്രമങ്ങൾ സജ്ജീകരിക്കുന്ന സംവിധാനങ്ങളാണ് ആക്രമണത്തിൽ പണിമുടക്കിയത്. എഴുതിയും ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചുമൊക്കെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഇതോടെ വിമാനത്താവളങ്ങളിലും ക്യൂ മണിക്കൂറുകൾ നീണ്ടു. ആക്രമണം ഗൗരവമുള്ളതാണെന്നും സോഫ്റ്റ്വെയർ അധിഷ്ഠിത ചെക്ക് ഇൻ തടസ്സപ്പെട്ടതോടെ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചതായും ബ്രസൽസ് എയർപോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു. വിമാന സർവീസുകളിൽ വലിയ തോതിൽ തടസ്സം നേരിട്ടതായി ബെർലിനിലെ ബ്രാൻഡൻബർഗ് എയർപോർട്ടും അറിയിച്ചു. നിരവധി അന്താരാഷ്ട്ര സർവീസുകൾ ആക്രമണത്തെ തുടർന്ന് മണിക്കൂറുകളോളം വൈകുന്നതായി യൂറോപ്പിലെ തിരക്കേറിയ വിമാനത്താവളമായ ലണ്ടൻ ഹീത്രൂവും പ്രസ്താവനയിൽ വ്യക്തമാക്കി. പാരീസിലെ റോയ്സി, ഓർലി, ലേ ബൗർഗറ്റ് എന്നീ വിമാനത്താവളങ്ങളെ ആക്രമണം ബാധിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. കോളിൻസ് എയ്റോസ്പേസ് ഹാക്കിങ്ങിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ ഉത്ഭവത്തെക്കുറിച്ചോ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. റഷ്യ സ്പോൺസർ ചെയ്ത ഹാക്കർമാരാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്നും പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നിട്ടുള്ള സൈബർ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ ക്രിമിനൽ സംഘങ്ങളാണ്. പണം ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തിയത്. ഡേറ്റ മോഷ്ടിച്ചോ റാൻസംവെയർ ഉപയോഗിച്ചോ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഇരകളിൽ നിന്ന് ബിറ്റ്കോയിനായി മോചനദ്രവ്യം കൈക്കലാക്കിയോ കൊള്ളയടിക്കൽ സംഘങ്ങൾ പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ സമ്പാദിച്ചിട്ടുണ്ട്. പല ഹാക്കിംഗ് സംഘങ്ങളുടെയും ആസ്ഥാനം റഷ്യയിലോ മറ്റ് മുൻ സോവിയറ്റ് രാജ്യങ്ങളിലോ ആണ്. അവയിൽ ചിലതിന് റഷ്യൻ ഭരണകൂടവുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നുവെന്നും BBC റിപ്പോർട്ടിൽ പറയുന്നു.